യേശുവല്ലോ എൻ്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തന്നിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തന്നിതം പോ. സുഭാഷിതം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. ഡിസോണസ്റ്റ് സ്കെയിൽസ് ആർ ആൻ അബോമിനേഷൻ ടു ദ ലോർഡ്, ബട്ട് എ ജസ്റ്റ് വെയിറ്റ് ഈസ് ഹിസ് ഡിലൈറ്റ്. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൽ നീതിയും അധാർമികതയും തമ്മിലുള്ള വ്യത്യാസം ചിത്രീകരിച്ചിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവൻ നേരോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്ന് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നു. കള്ളത്തരങ്ങളും വഞ്ചനയും അനീതിയും ഒക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രങ്ങളല്ലേ? നാം വായിച്ച വാക്യത്തിൽ കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. സാധാരണയായി വ്യാപാരം ചെയ്യുമ്പോഴാണ് നാം തുലാസും പടിയും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ദൈവം അറിയുന്നു, കാണുന്നു. മനുഷ്യർ ഭൂമിയിൽ ജീവിക്കേണ്ട അളവുകോൽ ദൈവം തന്നിട്ടുണ്ട്. നേരോടും നിഷ്കളങ്കതയോടും നീതിയോടും ന്യായത്തോടും താഴ്മയോടും ഭയഭക്തിയോടും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നേരുള്ളതും ദൈവികമായ ജീവിതം ഒരു വ്യക്തിയെ ശരിയായ പാതയിൽ നയിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവർക്ക് കള്ളത്തുലാസ് കാണുകയില്ല. അവൻ തൂക്കുന്നത് ഒത്ത പടി കൊണ്ടായിരിക്കും. ദൈവത്തിൽ നിന്ന് പ്രസാദവും ലഭിക്കും. തന്റെ ജനമായ ഇസ്രായേലിന് അളവിനെക്കുറിച്ചും തൂക്കത്തെക്കുറിച്ചും ഒക്കെ പ്രമാണം കൊടുത്തിരുന്നു. ലേവ്യ പുസ്തകം 19:35 വായിക്കുന്നത്, ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ആവർത്തന പുസ്തകത്തിൽ അത് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും എളുപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നൊക്കെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നീതിയോടും ന്യായത്തോടും കൂടി നാം പെരുമാറണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം കണക്ക് കൊടുക്കേണ്ടവരാകുന്നു. സദൃശവാക്യം 11-ാം അധ്യായത്തിൽ നീതിമാന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 9 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നീതി തേടുന്നവർ സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും അവർ അനുഗ്രഹമാണ്. 19-ാം വാക്യം വായിക്കുന്നത്, നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. നീതിമാന്മാരുടെ ആഗ്രഹം മറ്റുള്ളവന്റെ നന്മ തന്നെ എന്നെഴുതിയിരിക്കുന്നു. 25-ാം വാക്യം വായിക്കുന്നത്, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ദ ജനറസ് സോൾ വിൽ ബി മെയ്ഡ് റിച്ച് ആൻഡ് ഹി ഹു വാട്ടേഴ്സ് വിൽ ആൾസോ ബി വാട്ടേർഡ് ഹിംസെൽഫ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രിയമുള്ളവരെ, നാം നിഷ്കളങ്കതയോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങളും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.